ഹായ് ഹലോ ആൻഡ്രോൺ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ആർമി ടെക്നിക്കൽ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കെമിസ്ട്രിയിൽ നിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്, അതിൻ്റെ സിമ്പിൾസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യരുത്, ഫുൾ വീഡിയോ എല്ലാവരും കാണുക. നമുക്കെങ്കിൽ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: The weight ratio of hydrogen and oxygen in the formula of hydrogen peroxide. ക്വസ്റ്റ്യൻ നന്നായിട്ട് ആദ്യമേ വായിക്കുക, എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്ന കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് സൊല്യൂഷനിലോട്ട് പോകേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കിയേ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെയിറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വെയിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ഇനി നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത നോക്കേണ്ടത്. നോക്കിയേ, ദ വെയിറ്റ് റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ഹൈഡ്രജന്റെ ഓക്സിജന്റെ തന്നിട്ടുണ്ട് ഇൻ ദ ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അല്ലേ, ഹൈഡ്രജൻ പെറോക്സൈഡിൽ എന്താണ് പറഞ്ഞേക്കുക? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും വെയിറ്റ് റേഷ്യോ ആണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് വേറെ ഒന്നും തന്നിട്ടില്ല. ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ബൈഹാർട്ടാക്കി വെക്കേണ്ട കാര്യമാണ്. നോക്കി, ആദ്യം നോക്കേണ്ടത് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ എന്താണ് ഫോർമുല എങ്ങനെ എഴുതി നോക്കാം. എന്താണ്? H2O2 ആണോ? എന്താണ് H2O2 എന്ന് പറയുന്നത്? എന്ന് പറയുക ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. അല്ലേ, ഇന്നത്തെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജനും ഉണ്ട്. എത്ര ഓക്സിജനും ഉണ്ട്? 2 ഓക്സിജനും ഉണ്ട്. ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? വെയിറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഹൈഡ്രജൻ്റെ എന്ത് കണ്ടുപിടിക്കണം? അറ്റോമിക് മാസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലേ, എന്താണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്? എത്രയായിരിക്കും ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുക? ബൈഹാർട്ട് ആക്കി വെച്ചേക്കുക. എത്രയാണ് ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത്? 1.008 AMU ആണ്. എന്താണ് ഈ AMU എന്ന് പറയുന്നത്? എന്താണ്? നമുക്ക് മാസ് മെഷർമെൻറ്റ് ചെയ്യാനുള്ള യൂണിറ്റ് ആണ്. അല്ലേ, ഒരു ആറ്റത്തിൻ്റെ മാസ് മെഷർമെൻറ്റ് ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? AMU. അല്ലേ, അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വെയിറ്റ് മെഷർമെൻറ്റ് ചെയ്യുക. അന്നേരം ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? 1.008 ആണ്. ഇത് അറിഞ്ഞിരിക്കണം. അടുത്ത എന്താണ്? ഓക്സിജൻ്റെ അറ്റോമിക് മാസ്. നോക്കി, എന്താണ്? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ആണ് നമുക്ക് അറിയേണ്ടത്. എന്താണ്? 16.00 AMU. അല്ലേ, എന്താണ്? 16.00 AMU. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതനുസരിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യുക വെയിറ്റ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് നോക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കി. എന്താണ്? ഹൈഡ്രജൻ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 ഓക്സിജനും ഉണ്ട്. അല്ലേ, നമുക്ക് അറ്റോമിക് അടുത്ത എന്താണ്? അറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ രണ്ടിൻ്റെ നമ്മൾ ഓരോന്ന് ഒരു ഹൈഡ്രജൻ്റെ മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. അല്ലേ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര ഹൈഡ്രജൻ്റെയാണ്? 2 ഹൈഡ്രജൻ്റെയാണ്. അതിൽ എന്ത് ചെയ്യണം? നമ്മൾ 2 ഹൈഡ്രജൻ്റെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? 2 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യണം. അല്ലേ, അതിൽ 2 × 1.008 ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ഓക്സിജൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2 × 16.00 എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. അല്ലേ, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? 2 × 1.008 നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2.016 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എന്താണ്? 2.016 നമുക്ക് ആൻസർ കിട്ടും. ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 × 16 അത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? 32 അല്ലേ, മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? 32.00 ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലേ, ഇതിൽ നമുക്ക് 2 ഹൈഡ്രജൻ്റെയും കണ്ടുപിടിച്ചു, നമ്മൾ എന്ത് ചെയ്തു? 2 ഓക്സിജൻ്റെയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെയിറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടിൻ്റെയും വെയിറ്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെയിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് വെയിറ്റ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡ് ബൈ എന്താണ്? മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡ് ബൈ എന്താണ്? മാസ് ഓഫ് ഓക്സിജൻ. അല്ലേ, ഈ ഒരു കൺസെപ്റ്റ് വെച്ച് എന്ത് ചെയ്യുക? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. ഹൈഡ്രജൻ്റെ എത്രയാണ് നോക്കി? 2.016 ഡിവൈഡഡ് ബൈ എന്താണ്? 32.00 ചെയ്യണം.
അല്ലേ? നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/16 എന്ന് കിട്ടും അല്ലേ? 1/16 കിട്ടും. നമുക്ക് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ആൻസർ കിട്ടുക അന്നേരം? 1:16 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമുക്ക് എന്താ തന്നേക്കുന്നത്? ഒരു കോമ്പൗണ്ടിൻ്റെ പേര് തന്നു, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നൊരു കോമ്പൗണ്ടിൻ്റെ പേര് തന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വെയിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? ലാസ്റ്റ് അതിൻ്റെ റേഷ്യോ കിട്ടുന്നത്. അതിന് റേഷ്യോ എന്താണ്? 1.16 ആണ്. എന്തെന്ന് പറയുക? ഹൈഡ്രജൻ പെറോക്സൈഡിൽ എന്ത് ചെയ്യുക? വെയിറ്റ് റേഷ്യോ ഏതിൻ്റെ? ഹൈഡ്രജൻ ഓക്സൈഡിൻ്റെ വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ കെമിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് കണ്ടെയ്ൻസ് കാർബൺസ്. എന്താണ് പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞേക്കുക? കെമിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. അതിനകത്ത് എന്ത് ചെയ്യുക? കാർബൺ എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമുക്കറിയാം. നോക്കിയേ, ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. എന്തായിരിക്കും ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? എന്താണ്? C6H12O6 അല്ലേ? എന്താണ് ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? എന്താണ്? C6H12O6 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുക? എന്തിൻ്റെ? അതായത് ഗ്ലൂക്കോസിൻ്റെ എന്തെന്നറിയപ്പെടുന്നു? കെമിക്കൽ ഫോർമുല എന്നറിയപ്പെടുന്നത്. നമുക്ക് ഇത് ഡയറക്റ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു ക്വസ്റ്റിനകത്ത് എന്ത് തന്നിട്ടില്ല? അതിൻ്റെ പേര് മാത്രമേ തന്നിട്ടുള്ളൂ, കോമ്പൗണ്ടിൻ്റെ പേര് മാത്രമേ തന്നിട്ടുള്ളൂ. അതിന് കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? ഗ്ലൂക്കോസ് ആണ്. അതിന് ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? C6H12O6 ആണ്. ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതായത് കാർബൺ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉള്ളത്? 12 ഹൈഡ്രജൻ ഉണ്ട്. ഓക്സിജൻ എത്ര എണ്ണം ഉള്ളത്? 6 ഓക്സിജൻ ഉണ്ട്. അതിന് നോക്കിയേ, ഇത്രയും കാര്യം നമുക്കറിയാം. എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? 12 ഹൈഡ്രജൻ ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട് അല്ലേ? ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് കാർബണിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? അളവ് അറിയാനായിട്ട് പറയും, എണ്ണ അറിയാനായിട്ട് പറ്റും. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. അന്നേരം നോക്കുക, കോമ്പൗണ്ട്സിൻ്റെ പേര് അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലാസ് ബൈഹാർട്ട് ആക്കി വെക്കണം. അതുപോലെ തന്നെ എന്താണ്? അതിൻ്റെ വെയിറ്റും ഒക്കെ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസോ ഒക്കെ വരുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് എലമെന്റ്സ് ആർ പ്രസന്റ് ഇൻ ഡ്രൈ ഐസ്? എന്താണ് പറഞ്ഞേക്കുന്നത്? ഡ്രൈ ഐസിൽ കാണപ്പെടുന്ന എലമെന്റ്സ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്? എന്താണ് ഡ്രൈ ഐസ്? നമ്മൾ കേട്ടിട്ടുള്ള ടേം ആണ്. എന്താണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡ്രൈ ഐസ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമ്പിൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എന്താണ്? CO2 കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഒരു കാർബണും 2 ഓക്സിജനൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രൈ ഐസിനകത്ത് എന്ത് ചെയ്യുക? ഉള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നോക്കി, ഇതിനകത്ത് എന്താണ്? ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ പറയുന്നത്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. ഇതിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബണും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ഒരു കാർബണും 2 എന്താണ്? ഓക്സിജനും ഉണ്ട് അല്ലേ? ഒരു കാർബണും 2 ഓക്സിജനും ഉണ്ട്. അന്നേരം നമുക്ക് എഴുതാമല്ലോ ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഓക്കെ, ഓപ്ഷൻ നോക്കിയേ. കാർബൺ ആൻഡ് നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ദെൻ ഓപ്ഷൻ ഡി, കാർബൺ ആൻഡ് ഓക്സിജൻ. എന്തായിരിക്കും നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? കാർബണും ഓക്സിജനും ആണ് എന്ത് ചെയ്യുക? ഇതിനകത്ത് കാണപ്പെടുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ഫോർമുല ഓഫ് ഗ്ലബ്ബർ സോൾട്ട് അല്ലേ? ഗ്ലബ്ബർ സോൾട്ടിന്റെ എന്താണ് ഫോർമുല താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻ നോക്കി. ZnSO4 10H2O. ഓപ്ഷൻ ബി Na2SO4 10H2O. ഓപ്ഷൻ സി MgSO4 7H2O. ദെൻ ഓപ്ഷൻ ഡി Na2CO3 10H2O അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താണ് ഗ്ലബ്ബർ സോൾട്ട് എന്നറിയപ്പെടുന്നത്? അതിൻ്റെ ഫോർമുല ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് അറിയാമോ?
ഏതായിരിക്കും ഫോർമുല? ഗർബർ സോൾട്ട് എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും എന്നറിയാമോ? ഏതാണ്? സോഡിയവുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് വരുന്നത്, അല്ലെങ്കിൽ സോഡിയവുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതിനകത്ത് 2 ഓപ്ഷനാണ് നമുക്ക് സോഡിയവുമായിട്ട് റിലേറ്റഡ് വരുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ഓപ്ഷൻ ഡിയും ഉണ്ട് സോഡിയവുമായിട്ട് റിലേറ്റഡ് അല്ലേ. എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് അല്ലേ? സോഡിയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക? എന്നെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. അന്നേരം എന്താണ്? ഗർബർ സോൾട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയവുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ്, ഒരു സോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ തന്നിരിക്കുന്നതിനകത്ത് Na2SO4 ആണോ അതോ Na2CO3 ആണോ? ഏതായിരിക്കും? ഇതാണ് ഗർബർ സോൾട്ട് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? Na2SO4H10H2 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈ ഗർബർ സോൾട്ടിനെ പറയുന്ന കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും? ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ സോഡിയവുമായിട്ട് റിലേറ്റഡ് ആണ്. എന്താണ്? സോഡിയം സൾഫേറ്റ്. എന്താണ്? സോഡിയം സൾഫേറ്റ് ഡീഹൈഡ്രേറ്റ്. എന്താണ്? അതായത് Na2SO410H2 എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്ക് എഴുതിയിട്ടുണ്ട്. ഈ കെമിക്കൽ ഫോർമുല നമുക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? സോഡിയം എന്താണ്? സൾഫേറ്റ് ഡീഹൈഡ്രേറ്റ്. കേട്ടിട്ടുണ്ടോ ഈ ഒരു ടേം? സോഡിയം സൾഫേറ്റ് ഡീഹൈഡ്രേറ്റ്. ഇതിൻ്റെ എന്താണ്? കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ന് പറയുക ഗർബർ സോൾട്ട് എന്നറിയപ്പെടുന്നത്. ഈ ഗർബർ സോൾട്ടിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? Na2SO410H2 ആണ്. സോഡിയവുമായിട്ട് റിലേറ്റഡ് ടേം ആണ്. അന്നേരം ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഈ ഗർബർ സോൾട്ടിനെ പറയുന്ന പേര് അല്ലെ, കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? സോഡിയം സൾഫേറ്റ് ഡീഹൈഡ്രേറ്റ് എന്നാണ് എന്തെന്ന് അറിയപ്പെടുക ഈ ഗർബർ സോൾട്ടിനെ പറയുന്ന പേര്. അതിന്റെ സിമ്പിൾ അല്ലെങ്കിൽ ഫോർമുലയാണ് എന്തെന്ന് പറയുക? Na2SO4.10H2 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആർമി റാലീസ് 2026ന്റെ ഓൾറെഡി ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെയിം ക്ലാസ് നമുക്ക് ഈവനിംഗ് ഉള്ളിൽ റെക്കോർഡ് സെക്ഷനായിട്ട് നമ്മുടെ പേഴ്സണൽ ആപ്പിനകത്ത് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും ഡെയിലി പ്രാക്ടീസ് പേപ്പർ നിങ്ങൾക്ക് നൽകുന്നതാണ്. റിവിഷൻസ് ക്ലാസ്സസും വീക്ക്ലി എക്സാംസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ആർമി, GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട്. ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കറക്റ്റ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പഠന രീതി എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കി, ക്വസ്റ്റ്യൻ ഇതാണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂസ് ഫോർമുല ഈസ് അല്ലേ, എന്താണ്? ഏതിൻ്റെ ഫോർമുലയാണ് COCl3 എന്നറിയപ്പെടുന്നത്? COCl3 എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതിനെയാണ് COCl3 എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ അസെറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി ഫോസ്ജീൻസ്, ദെൻ ഓപ്ഷൻ സി ഫോസ്ഫീൻ, ദെൻ ഓപ്ഷൻ ഡി ക്ലോറോഫോം. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് COCl3 എന്നറിയപ്പെടുന്നത് ഏതിൻ്റെ ഫോർമുലയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ? അസെറ്റിക് ആസിഡ് ആണോ? അസെറ്റിക് ആസിഡ് എവിടെ കാണപ്പെടുന്നുണ്ട്? വിനിഗറിനകത്ത് കാണപ്പെടുന്ന ആസിഡ്. വിനിഗറിനകത്ത് കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? അസെറ്റിക് ആസിഡ് ആണ്. എന്താണ് കെമിക്കൽ ഫോർമുല? CH3COOH ആണ് എന്തെന്ന് പറയുക? വിനിഗർ അല്ലേ. എന്താണ്? അസെറ്റിക് ആസിഡിനെ പറയുന്ന പേരാണ് CH3COOH എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഇനി നോക്കിയേ, അടുത്ത എന്താണ്? ഫോസ്ജീൻസ് ഉണ്ട്, ഫോസ്ഫീൻ ഉണ്ട്, ക്ലോറോഫോം ഉണ്ട്. ഈ 4 എണ്ണത്തിനകത്ത് COCl3 എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇതിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് 3 എണ്ണമാണ് ഉള്ളത് അല്ലേ. അതിനകത്ത് നോക്കി, ക്ലോറോഫോമിൻ്റെത് എന്തായിരിക്കും? ക്ലോറോഫോമിൻ്റെത് എന്താണ്? CHCl3 ആണ് എന്തെന്ന് പറയുക? ക്ലോറോഫോമിൻ്റെ. അന്നേരം ഇത് രണ്ടും അല്ല ആൻസർ. ഇനി നമുക്കുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? ഇതാണ്, ഫോസ്ജീൻസും ഉണ്ട്, ഫോസ്ഫീനും ഉണ്ട്. ഈ 2 എണ്ണത്തിലാണ് എന്ത് ചെയ്യുക? COCl3 പറയുന്ന പേരെന്നറിയപ്പെടുന്നത്. ഏതായിരിക്കും? ഫോസോജീൻസ് ആണോ അതോ ഫോസ്ഫീൻ ആയിരിക്കും? ഏതായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ, ഏതായിരിക്കും ആൻസർ? അറിയാമോ?
അറിയാമോ ഏതാണ്? ഓപ്ഷൻ ബി ഏതാണ്? ഫോസ്ജീൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. എന്താണ് അന്നേരം നോക്കിയാൽ CO-CL3 എന്നറിയപ്പെടുന്ന ഏതിനാണ്? ഫോസ്ജീൻസിനെയാണ് എന്തെന്ന് അറിയപ്പെടുക? CO-CL3 എന്നറിയപ്പെടുന്ന. അസെറ്റിക് ആസിഡ് ആകുമ്പോൾ എന്താണ്? CH3COOH എന്നറിയപ്പെടുന്നുണ്ട്. ക്ലോറോഫോമിന് അറിയപ്പെടുന്നത് എന്താണ്? CH-CL3 ആണ് ക്ലോറോഫോം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്കുള്ളത് ഏതാണ്? ഫോസ്ഫീൻ ആണ്. എങ്ങനെയാണ് ഫോസ്ഫീൻ അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ ഫോർമുല ഓഫ് ഫോസ്ഫീൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ എഴുതുന്നത്? അറിയാമോ ഫോസ്ഫീൻ്റെത്? ഫോസ്ഫീൻ്റെത് അറിയാമോ? നമുക്ക് അതും കൂടെ ഉള്ളു നോക്കാനായിട്ട്. ഏതാണ്? PH3 അല്ലേ. PH3 എന്നാണ് എന്തെന്നറിയപ്പെടുക? ഫോസ്ഫീൻ്റെത് അറിയപ്പെടുന്നത്. അതിന് ക്ലോറോഫോം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. CH-CL3 എന്നാണ് ക്ലോറോഫോമിന് അറിയപ്പെടുന്നത്. ഫോസ്ജീൻ ആണെങ്കിൽ എന്താണ്? CO-CL3 എന്ന് അറിയപ്പെടുന്നത് ഏതിനാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫോസ്ജീനെയാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂസ് ഫോർമുല ഈസ് CH3COOH. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. CH3COOH എന്നറിയപ്പെടുന്നത് ഏതിൻ്റെ ഫോർമുലയാണ്? ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ അസെറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി ബെൻസീൻ, ഓപ്ഷൻ സി അസറ്റോൺ, ദെൻ ഓപ്ഷൻ ഡി ക്ലോറോഫോം. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതായിരുന്നു ഏതൊക്കെയാണ്? ക്ലോറോഫോമിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു. ക്ലോറോഫോമിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെൻസീൻ റിങ് കേട്ടുണ്ടോ? ബെൻസീൻ റിങ് ഹൈഡ്രോ കാർബൺസിനകത്ത് വരുന്നതാണ്. ബെൻസീൻ റിങ് സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ബെൻസീൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് അറിയാമോ? C6H6 അല്ലേ. എന്താണ്? C6H6 ആണ് എന്ന് പറയുക ബെൻസീൻ്റെത്. ഇനി നമുക്ക് നോക്കിയേ അസറ്റോൺ ഏതായിരിക്കും? അസറ്റോണിൻ്റെത് അറിയാമോ? അസറ്റോണിൻ്റെ ഏതാണെന്ന് അറിയാമോ? അസറ്റോൺ കേട്ടിട്ടുണ്ട്? അസറ്റോൺ CH3COCH3 എന്താണ്? CH3COCH3 ആണ് എന്തെന്നറിയപ്പെടുന്നത്? അസറ്റോണിൻ്റെ അറിയപ്പെടുന്നത്. അതിൽ അസറ്റോണിൻ്റെ എന്താണ്? CH3COCH3 എന്നാണ്. ബെൻസീൻ്റെ അറിയപ്പെടുന്നത് എന്താണ്? C6H6 ആണ്. സ്ട്രക്ചറൽ ഫോമിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. എന്താണ്? അസറ്റിക് ആസിഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? CH3COOH എന്ന് അറിയപ്പെടുന്നത്. അസറ്റിക് ആസിഡ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? വിനിഗറിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്താണ് ആസിഡാണ് എന്തെന്ന് പറയുക? അസറ്റിക് ആസിഡ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രിസർവേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് അല്ലേ. ഫുഡ് പ്രിസർവേറ്റീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അസറ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്? വിനെഗർ അല്ലെ വിനാഗിരി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതിരിക്കാനും അതുപോലെ തന്നെ എന്താണ് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി പിക്കിൾസിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്ന പേര്? മീൻസ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനിഗർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ഫോർമുല ഓഫ് സിൻസൈറ്റ് ഈസ് എന്താണ്? സിൻസൈറ്റിന്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ZnO, ഓപ്ഷൻ ബി ZnCO, ഓപ്ഷൻ സി ZnS, ദെൻ ഓപ്ഷൻ ഡി Zn അല്ലേ. നമുക്കറിയാം എന്താണ് സിങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ് സിമ്പിൾ ആണ് എന്ന് പറയുക? Zn എന്നറിയപ്പെടുന്നത് അല്ലെ. സിങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് അല്ലെങ്കിൽ എന്താണ് സിമ്പിൾ ആണ് എന്ന് പറയുക? Zn എന്ന് പറയുന്നത്. എന്താണ് സിങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എന്താണ്? ബ്രിട്ടിൽ നേച്ചർ കൂടുതലായിട്ടുള്ളതാണ് അല്ലേ. ബ്രിട്ടിൽ നേച്ചർ കൂടുതലായിട്ടുള്ള എന്താണ് ഒരു എലമെന്റ് ആണ് എന്തെന്ന് പറയുക? സിങ്ക് എന്ന് പറയുന്നത്. എന്താണ് ബ്രിട്ടിൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടിപ്പോകാനായിട്ട് നമ്മൾ തട്ടിയാലോ അല്ലെങ്കിൽ മാലിബിലിറ്റിയോ ഡക്റ്റിലിറ്റിയോ ഒന്നും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? തട്ടിക്കഴിഞ്ഞാലോ വലിച്ചു നീട്ടി നോക്കിയാലോ എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് പൊട്ടിപ്പോവും. അതിനാണ് ബ്രിട്ടിൽ നേച്ചർ എന്നറിയപ്പെടുന്നത്. അതിന് ബ്രിട്ടിൽ നേച്ചർ ഏറ്റവും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനാണ്? സിങ്കിനാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു. എന്താണ് സിൻസൈറ്റ് എന്നറിയപ്പെടുന്നത്? ആ കോമ്പൗണ്ട് അല്ലെങ്കിൽ സിൻസൈറ്റിന്റെ എന്താണ് ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? അതിനകത്ത് സിങ്കുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ ഓപ്ഷൻസ് എല്ലാം എന്താണ്? സിങ്കുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് ഏതായിരിക്കും ആൻസർ വരുന്നത് അറിയാമോ? സിൻസൈറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അറിയാമോ? ഏതാണ്? ഓപ്ഷൻ എ ZnO ആണ് എന്നറിയപ്പെടുക സിൻസൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫോർമുല ഓഫ് എഥനോൾ ഈസ് എന്താണ്? എഥനോളിന്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി. CHOH,
ഓപ്ഷൻ സി CH2 ഓപ്ഷൻ ബി C2H6OH, ദെൻ ഓപ്ഷൻ ഡി C2H5OH. ഇത് ഇത്ര എന്താണ് ഫോർമുലാസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എഥനോള് അല്ലേ? എഥനോളിൻ്റെ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും എഥനോളിൻ്റെ ഫോർമുല? എഥനോൾ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? എന്താണ് എഥനോൾ? ഓൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം എന്തെങ്കിലും ഓൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അത്? ആൽക്കഹോളാണ് അല്ലേ? ആൽക്കഹോളാണ് എന്തെന്ന് പറയുക. ഓൾ വന്നാൽ വരുന്നത് എല്ലാം എന്തായിരിക്കും? ആൽക്കഹോളാണ്. അന്നേരം എന്താണ് എഥനോൾ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ? ഒരു ആൽക്കഹോളിൻ്റെ എക്സാമ്പിൾ ആണ്. ഈ എഥനോളിൻ്റെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും? നോക്കി, അതിനകത്ത് വരുന്നത് എന്താണ്? എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫങ്ഷണൽ ഗ്രൂപ്പ് OH വന്നിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം എന്താണ്? ഈ എൻഡിങ്ങിൽ OH വരുന്നത് എപ്പോഴും ഏതിൻ്റെ ആയിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പ് OH വരുന്നത് എപ്പോഴും ആൽക്കഹോൾസിൻ്റെ ആണ്. അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം എല്ലാ ഓപ്ഷനിലും എന്തുണ്ട്? OH ഉണ്ട് അല്ലേ? അന്നേരം ഫങ്ഷണൽ ഗ്രൂപ്പ് OH വരുന്നത് എപ്പോഴും ആൽക്കഹോളിൻ്റെ ആണ്. എഥനോൾ വന്നുകൊണ്ട് അതെന്തായാലും ആൽക്കഹോളാണ് അല്ലേ? എഥനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിൻ്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും? ഏത് കോമ്പൗണ്ട്? നമുക്കൊരു ഐഡിയ വെച്ച് നോക്കി ഇതിനകത്ത് ഏതായിരിക്കും ഒന്ന് ആൻസർ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഏതായിരിക്കും ആൻസർ? അറിയാമോ? ഏതാണ്? ഓപ്ഷൻ ഡി കേട്ടോ, C2H5OH ആണ് എന്തെന്ന് പറയുക? എഥനോളിൻ്റെ എന്തെന്ന് അറിയപ്പെടുന്നു? എന്താണ് ഫോർമുല എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഗ്ലിസറോൾ? എന്താണ്? ഗ്ലിസറോളിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലിസറിൻ ആണ് അല്ലേ? ഗ്ലിസറിനെയാണ് ഗ്ലിസറോൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ, C2H5O2, ഓപ്ഷൻ ബി C3H7OH, ഓപ്ഷൻ സി C3H5OH, ദെൻ ഓപ്ഷൻ ഡി C2H2O3. എന്താണ് അതിന് ക്വസ്റ്റ്യൻ? ഇതാണ് എന്താണ് ഗ്ലിസറോളിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലേ? എന്താണ് ഗ്ലിസറോളിൻ്റെ കെമിക്കൽ ഫോർമുല? അതിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം ഏതൊക്കെയാണ്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ എന്താണ് OH അല്ലേ? OH എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് OH. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് ഗ്ലിസറോളിൻ്റെ അല്ലേ കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും? എന്തായാലും ഗ്ലിസറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽക്കഹോൾ വരുന്നുണ്ട്, അതിൻ്റെ അവസാനം എന്തായിരിക്കും? OH ആയിരിക്കും എന്തായാലും വരിക. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഏതായിരിക്കും കെമിക്കൽ ഫോർമുല? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? അറിയാമോ? CH3H5OH ആണോ? CH3H7OH ആണോ? ഏതാണെന്ന് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി C3H7OH-നെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? എന്താണ്? ഗ്ലിസറോൾ അല്ലെങ്കിൽ എന്താണ് ഗ്ലിസറിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയേ, വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ക്ലോറോഫോം അല്ലേ? ക്ലോറോഫോം നമുക്കറിയാം സർജിക്കൽ ഡിസീസിനൊക്കെ സർജിക്കൽ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക? ക്ലോറോഫോം എന്നറിയപ്പെടുന്നത്. ഈ ക്ലോറോഫോമിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ, CCl, ഓപ്ഷൻ ബി CHCl3, ഓപ്ഷൻ സി CH, ദെൻ ഓപ്ഷൻ ഡി C2H6. ഏതായിരിക്കും ആൻസർ? മോളിക്കുലാർ ഫോർമുല ഓഫ് ക്ലോറോഫോം ഏതായിരിക്കും? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതാണ് മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനകത്ത്. ഏതാണ്? ഓപ്ഷൻ ബി CHCl3 ആണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? എന്താണ് കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ എന്താണ് ക്ലോറോഫോമിൻ്റെ മോളിക്കുലാർ ഫോം എന്ന് പറയുക അല്ലേ? അതിനകത്ത് എന്തൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലേ? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ കമ്പൈൻ ചെയ്തല്ലേ CHCl3 എന്നാണ് എന്തെന്ന് പറയുക? ക്ലോറോഫോമിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മോളിക്കുലാർ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, H2SO4, ഓപ്ഷൻ ബി ഏതാണ്? KOH, ഓപ്ഷൻ സി HNO3, ദെൻ ഓപ്ഷൻ ഡി
HCl. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ, എന്തിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? മിനറൽ ആസിഡിന് എക്സാമ്പിൾ ആണ് അല്ലേ, മിനറൽ ആസിഡിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ എന്താണ് ചോദിച്ചേക്കുന്നത്? മോളിക്കുലാർ ഫോമിലാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ. നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹ്യൂമൻ ബോഡിയിൽ എവിടെ കാണപ്പെടുന്നുണ്ട്? സ്റ്റൊമക്കിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റൊമക്കിൽ കൂടുതലായിട്ട് പ്രസൻസ് കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എന്ത് ചെയ്യുകയാണ്? അസിഡിറ്റി ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, അസിഡിറ്റി ഫോം ചെയ്യുന്നുണ്ട്. ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻറ്റാസിഡ് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. ആൻറ്റാസിഡ് മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിൽ എന്താണ് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആൻറ്റാസിഡ് മെഡിസിൻസ് യൂസ് ചെയ്യുക. അന്നേരം നോക്കിയേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തായിരിക്കും ആൻസർ? നോക്കിയേ, ഓപ്ഷൻ ഡി ഏതാണ്? HCl ആണ് ആൻസർ അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ നമ്മൾ പറയാം എന്താണ്? HCl ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, H2SO4 കേട്ടിട്ടുണ്ടോ? H2SO4 എന്താണ്? H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൾഫ്യൂറിക് ആസിഡ് അല്ലേ. സൾഫ്യൂറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുലയാണ് H2SO4 എന്ന് അറിയപ്പെടുന്നു. ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുക? കിങ് ഓഫ് കെമിക്കൽസ് അല്ലെ, കെമിക്കലുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഓയിൽ ഓഫ് വിട്രിയോള് അല്ലേ, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നൊക്കെ അറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. എന്താണ്? കൊറോസീവ് നേച്ചർ കൂടുതലാണ് അല്ലേ, ഓർഗാനിക് ആസിഡ് ആണ്, കൊറോസീവ് നേച്ചർ കൂടുതലാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ്? കാർ ബാറ്ററീസിലൊക്കെ യൂസ് ചെയ്യുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, HNO3 എന്താണ്? നൈട്രിക് ആസിഡ് ആണ് അല്ലേ. HNO3 എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രിക് ആസിഡ് ആണ്. എവിടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ നൈട്രിക് ആസിഡ്? എന്താണ്? അക്വാ റീജിയ എന്ന് പറയുന്ന സൊല്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ എന്താണ്? HNO3യും കൂടെ മിക്സ് ചെയ്യും. ഏതാണ്? 3:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? എടുക്കുന്നത് പ്യുവർ സൊല്യൂഷനാണ് അക്വാ റീജിയ എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ് അക്വാ റീജിയ യൂസ് ചെയ്യുക? എന്തിനാണ്? നമ്മുടെ അതായത് നോബിൾ മെറ്റൽസ് അല്ലേ, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം പോലുള്ള നോബിൾ മെറ്റൽസ് ഡിസോൾവ് ആകുന്ന സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് എഴുതേണ്ടത്? ഏതാണ്? ഏതാണ്? അക്വാ റീജിയ ആണ്. അതിൽ അക്വാ റീജിയ നിർമ്മിക്കുന്നത് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ എന്താണ്? നൈട്രിക് ആസിഡിന്റെ മിക്സിങ്ങിനാണ് എന്ത് ചെയ്യുക? അക്വാ റീജിയ എന്ന് പറയുന്നത്. ഈ അക്വാ റീജിയ ആണ് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്വാ റീജിയ അതായത് സൊല്യൂഷൻ എന്ത് ചെയ്യുകയാണ്? നോബിൾ മെറ്റൽസ് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മോളിക്കുലാർ ഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ് എഴുതേണ്ടത്? HCl ആണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ KOH എന്ന് പറഞ്ഞാൽ എന്താണ്? K എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടാസ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. K എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടാസ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ KOH എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടാസ്യം എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് CaSO4.2H2O? എന്താണ്? CaSO4.2H2O എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ നോക്കിയേ, എപ്സം സോൾട്ട്, ഓപ്ഷൻ ബി ജിപ്സം, ദെൻ ഓപ്ഷൻ സി ക്വാർട്സ്, ദെൻ ഓപ്ഷൻ ഡി സൾഫർ അല്ലേ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലേ. കാൽസ്യമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേം ആണ് എന്തെന്ന് പറയുക? CaSO4 എന്നറിയപ്പെടുന്നു. കാൽസ്യം സൾഫേറ്റും ഒക്കെ ആയിട്ട് അല്ലേ, SO4 എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അന്നേരം നോക്കി, കാൽസ്യമായിട്ട് റിലേറ്റ് ചെയ്തത് എപ്സം ആണോ, ജിപ്സം ആണോ, അതോ എന്താണ്? ക്വാർട്സ് ആണോ, അതോ സൾഫർ ആണോ? സൾഫർ എന്തായാലും അല്ല അല്ലേ. സൾഫർ എന്താണ്? ഒരു എലമെന്റ് ആണ്. നമ്മുടെ ചോദിച്ചത് എന്താണ്? CaSO4 എന്നറിയപ്പെടുന്നത് എന്താണ് അറിയാമോ? CaSO4 എന്നറിയപ്പെടുന്ന എന്തിൻ്റെ ഫോർമുല ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജിപ്സം. ഓപ്ഷൻ ബി ജിപ്സത്തിൻ്റെ ഫോർമുലയാണ് എന്ന് പറയുക CaSO4.2H2O എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ കെമിക്കൽ നെയിം ഓഫ് ക്വിക്ക് ലൈം എന്താണ് പറഞ്ഞേക്കുന്നത്? ക്വിക്ക് ലൈമിൻ്റെ കെമിക്കൽ നെയിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കി, സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്, ദെൻ ഓപ്ഷൻ ഡി കാൽസ്യം ഓക്സൈഡ്.
4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ക്വിക്ക് ലൈം എന്നറിയപ്പെടുന്നത്? എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? കാൽസ്യം ആണ് മെയിൻ കണ്ടന്റ് അല്ലേ? ലൈം ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ് മെയിൻ കണ്ടന്റ്? കാൽസ്യം ഉണ്ട്. അതിനെ നോക്കിയേ, ഈ സോഡിയം ക്ലോറൈഡിനെ നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് കട്ട് ചെയ്യാം. ഈ 2 ക്വസ്റ്റ്യൻ നമ്മളിത് ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്കുള്ള ഏതാണ്? ഇതിനകത്ത് കാൽസ്യം കാർബണേറ്റും ഉണ്ട്, കാൽസ്യം ഓക്സൈഡും ഉണ്ട്. ഇതെന്താണ്? കാൽസ്യം കണ്ടന്റ് ഉള്ള സബ്സ്റ്റൻസ് ആണ്. അതിനെ കാൽസ്യം കാർബണേറ്റ് എന്നാണോ ആൻസർ, അതോ കാൽസ്യം ഓക്സൈഡ് ആയിരിക്കുമോ ക്വിക്ക് ലൈം എന്നറിയപ്പെടുന്നത്? ഏതിനെയാണ് ക്വിക്ക് ലൈം എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാൽസ്യം ഏതാണ്? ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? ക്വിക്ക് ലൈം എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കിയേ, സോഡിയം ക്ലോറൈഡ് എന്താണ്? NaCl. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? NaCl ആണ്. ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ സോൾട്ട്. അതുപോലെ തന്നെ എന്താണ്? കോമൺ സോൾട്ട്, ടേബിൾ സോൾട്ട്, റോക്ക് സോൾട്ട് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡ് അല്ലെ, ഉപ്പ് നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിസർവേറ്റീവ്സ് ആയിട്ടൊക്കെ നമ്മൾ സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സോഡിയം ക്ലോറൈഡ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആസിഡും അതുപോലെ തന്നെ എന്താണ് ഒരു ബേസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൻ ചെയ്യും അല്ലേ? ഒരു ആസിഡും ഒരു ബേസും കൂടെ എന്ത് ചെയ്യുകയാണ്? റിയാക്ഷൻ സംഭവിച്ച് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? സോൾട്ട് എന്നറിയപ്പെടുന്നത് അല്ലേ? ഒരു സോൾട്ട് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആസിഡും എന്ത് ചെയ്യുക? ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യണം. ഒരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് സോൾട്ട് ഫോം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലാണ് അല്ലേ? അന്നേരം ആസിഡിന്റെ സ്വഭാവവും അത് കാണിക്കില്ല. അതുപോലെ തന്നെ എന്താണ്? ബേസിന്റെ സ്വഭാവം കാണിക്കാതെ ന്യൂട്രലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അന്നേരം ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? സോൾട്ട് ആയിരിക്കും. ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റിയാക്റ്റൻസും അല്ലെങ്കിൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിയാക്റ്റൻസിന്റെ സ്വഭാവം ഒന്നും എന്ത് ചെയ്യില്ല? കാണിക്കത്തില്ല. അന്നേരം നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വിക്ക് ലൈം എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ട്രേഡ് നെയിം ഓഫ് സോഡിയം കാർബണേറ്റ്. എന്താണ്? സോഡിയം കാർബണേറ്റിന്റെ ട്രേഡ് നെയിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് അതിനെ അറിയപ്പെടുന്ന പേര് എങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഓപ്ഷൻ എ വാഷിംഗ് സോഡ, ഓപ്ഷൻ ബി ബ്ലൂ വിട്രിയോൾ, ഓപ്ഷൻ സി കോസ്റ്റിക് സോഡ, ദെൻ ഓപ്ഷൻ ഡി വെർമില്യൺ അല്ലേ? 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ്? സോഡിയം കാർബണേറ്റ് അല്ലെ? സോഡിയം കണ്ടന്റ് ആണ്. സോഡിയം കാർബണേറ്റിനെ പറയുന്ന പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതാണ്? വാഷിംഗ് സോഡയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? സോഡിയം കാർബണേറ്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ? നോക്കിയേ, ഇനി നോക്കിയേ, സോഡിയം ബൈകാർബണേറ്റ് കേട്ടുണ്ടോ? സോഡിയം ബൈകാർബണേറ്റ് അല്ലേ? സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേക്കിംഗ് സോഡ അല്ലേ? ബേക്കിംഗ് സോഡയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? സോഡിയം ബൈകാർബണേറ്റ് എന്ന് അറിയപ്പെടുന്നു. അന്നേരം വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്ന ഏതിനാന്ന് ചോദിച്ചാൽ ഏതാണ്? സോഡിയം കാർബണേറ്റ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നുണ്ട്. സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? ബേക്കിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നുണ്ട്. ബ്ലൂ വിട്രിയോളിന് എന്താണ്? കോപ്പർ സൾഫേറ്റ് എന്ന് അറിയപ്പെടുന്നു അല്ലേ? കോപ്പർ സൾഫേറ്റ് എന്ന് അറിയപ്പെടുന്നതിനെ ചോദിച്ചാൽ എന്തെന്ന് പറയുക? ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത്. ഓയിൽ ഓഫ് വിട്രിയോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്? ഏതിനാണ്? സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നത്. അതിന് ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കോപ്പർ സൾഫേറ്റിനെയാണ്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, നമുക്കറിയാം ലാഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നൈട്രസ് ഓക്സൈഡ് അല്ലേ? നൈട്രസ് ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ലാഫിംഗ് ഗ്യാസ് അല്ലേ? അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? നൈട്രസ് ഓക്സൈഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു? സോഡിയം കാർബണേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വാഷിംഗ് സോഡയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? സോഡിയം കാർബണേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ബ്ലീച്ചിങ് പൗഡർ. എന്താണ്? ബ്ലീച്ചിങ് പൗഡറിനെ നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ ഫോമുല എങ്ങനെ എഴുതാമെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ CaOCl, ഓപ്ഷൻ ബി CaOCl2,
ഓപ്ഷൻ സി CaOCl, ദെൻ ഓപ്ഷൻ ഡി CaOCl3 അല്ലേ. 4 ഓപ്ഷൻ നമ്മൾ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ബ്ലീച്ചിങ് പൗഡർ എന്തായിരിക്കും ബ്ലീച്ചിങ് പൗഡറിന് അറിയപ്പെടുന്ന പേര്? ഏതായിരിക്കും ബ്ലീച്ചിങ് പൗഡറിന് അറിയപ്പെടുന്ന പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി ഏതാണ്? CaOCl2 അല്ലേ. കാൽസ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലേ. ഒരു കാൽസ്യം, ഓരോ ഓക്സിജനും അതുപോലെ 2 ക്ലോറിനോട് എന്ത് ചെയ്തു കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? ബ്ലീച്ചിങ് പൗഡർ. ക്ലീനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വാട്ടറൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നോക്കി എന്താണ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? CaOCl2 ആണ് എന്തെന്ന് അറിയപ്പെടുക? ബ്ലീച്ചിങ് പൗഡർ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ബ്ലൂ വിട്രിയോൾ ഈസ് കോൾഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏത് കോമ്പൗണ്ടിനെയാണെങ്കിൽ അല്ലെങ്കിൽ ഏതിനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ബി സോഡിയം സൾഫേറ്റ്, ഓപ്ഷൻ സി മഗ്നീഷ്യം സൾഫേറ്റ്, ദെൻ ഓപ്ഷൻ ഡി കാൽസ്യം സൾഫേറ്റ്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കോപ്പറിനെയാണ് അല്ലെ, കോപ്പർ സൾഫേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? കോപ്പർ സൾഫേറ്റിനെയാണ് ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുക അല്ലെ. തുരിശ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, തുരിശ് എന്നൊക്കെ പറയും. അതായത് കൃഷിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്? കീടങ്ങളെ നശിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തുരിശ് എന്ന് പറയുന്നുണ്ട്. അതിൽ കോപ്പർ സൾഫേറ്റ് ഒരു ബ്ലൂ കളറുള്ള സബ്സ്റ്റൻസ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? കോപ്പർ സൾഫേറ്റ് എന്നറിയപ്പെടുക, അല്ലെങ്കിൽ എന്താണ്? ബ്ലൂ വിട്രിയോൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് കാൽസ്യം ക്ലോറൈഡ്? എന്താണ് കാൽസ്യം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ CaCl2, ഓപ്ഷൻ ബി CaCl, then ഓപ്ഷൻ സി CaCl3, then ഓപ്ഷൻ ഡി CaCl അല്ലെ. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് ചോദിച്ചേക്കുക? കാൽസ്യം ക്ലോറൈഡ് അല്ലെ. നമുക്കറിയാം കാൽസ്യവും ക്ലോറിനും ആണ് മെയിൻ ആയിട്ട് വരിക. അന്നേരം നോക്കിയേ, കാൽസ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? Ca കൊണ്ട് കാൽസ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, Clനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോറിൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, കാൽസ്യം ക്ലോറൈഡ് നമുക്കറിയാം ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് എല്ലാം എന്തുണ്ട്? കാൽസ്യവും ക്ലോറിനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഏതായിരിക്കും ഫോർമുല? കാൽസ്യം ക്ലോറൈഡിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏതാണ്? CaCl2 അല്ലേ. CaCl2 കാൽസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? CaCl2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ലൈവ് സെക്ഷൻസിൻ്റെയൊക്കെ ലിങ്കുകൾ വീഴുന്നതും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻസും എല്ലാം വീഴുന്നത് നമ്മുടെ ഒരു ടെലഗ്രാം ചാനലാണ്. ഇതുവരെയും ഫോളോ ചെയ്യാത്തവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഡിഫൻസിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് സാറ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇത് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്കറിയാം എന്താണ്? നമുക്ക് പൊട്ടലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്. അത് ഏത് കോമ്പൗണ്ടാണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? സ്കൾപ്ചേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, രൂപങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുലയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ നോക്കി? എന്തായാലും കാൽസ്യം കണ്ടന്റ് ആയിട്ടുള്ളതായിരിക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നത് ഏതായിരിക്കും? CaSO4 അല്ലേ, കാൽസ്യം സൾഫേറ്റ് അല്ലേ. നോക്കി അടുത്ത് നോക്കിയേ, CaSO4 half H2 ആണോ? അതോ ഓപ്ഷൻ സി CaNO3 ട്വൈസ് ആണോ? അതോ ഓപ്ഷൻ ഡി Ca3PO4 ട്വൈസ് ആണോ? ഈ 4 ഓപ്ഷനകത്ത് ഏതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എപ്പോഴും എന്താണ് വാട്ടർ കണ്ടന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് 1/2 വരുന്നതായിരിക്കും എപ്പോഴും പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ അല്ലേ. ഇത് നോക്കിയേ, ഓപ്ഷൻ ബി CaSO4 half H2 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുക കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന്
പറയുന്നത്. അല്ലെ, നമുക്ക് ബോൺസിലൊക്കെ ക്രാക്സ് വീഴുക അല്ലെങ്കിൽ പൊട്ടലൊക്കെ വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അന്നേരം എന്താണ് CaSO4 half H2O എന്ന് പറയുന്നതാണ് എന്തെന്ന് അറിയപ്പെടുക, കെമിക്കൽ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതാണ് ബേക്കിംഗ് സോഡ ഈസ് കോൾഡ്. അല്ലെ, ബേക്കിംഗ് സോഡയെ താഴെ പറയുന്നതിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്. ഓപ്ഷൻ നോക്കിയേ, സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ ബി സോഡിയം ബൈകാർബണേറ്റ്, ഓപ്ഷൻ സി സോഡിയം സൾഫേറ്റ്, ദെൻ ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. അല്ലെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്തുണ്ട്, സോഡിയം ഉണ്ട്. അല്ലെ, അന്നേരം നമുക്ക് കൺഫ്യൂഷൻ ആവും. സോഡിയം ഉണ്ട്, നമുക്ക് പഠിച്ചു വെച്ചേക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും. അന്നേരം നോക്കിയാൽ തന്നിരിക്കുന്ന 4 ഓപ്ഷനകത്ത് എന്താണ്, സോഡിയമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ആണ് തന്നിരിക്കുന്നത്. നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഏതാണ് ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, സോഡിയം കാർബണേറ്റ് ആണോ അതോ സോഡിയം ബൈകാർബണേറ്റ് ആണോ അതോ സോഡിയം സൾഫേറ്റ് ആയിരിക്കുമോ നോക്കിയേ. നമുക്കറിയാം ബേക്കിംഗ് സോഡ അല്ലേ, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുക, അതായത് പേസ്ട്രീസ് കേക്ക് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഫ്ലഫി സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കറിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ദിവസം എന്താണ്, ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, സ്പോഞ്ച് ടൈപ്പ് രീതിയിലൊക്കെ എന്ത് ചെയ്യുക, ഫുഡിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത്. ഈ ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം ആണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ. സോഡിയമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്കറിയാം 2 ടേം ആണ് നമുക്കറിയാവുന്നത്. ഏതൊക്കെയാണ്, സോഡിയം ബൈകാർബണേറ്റും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകും, സോഡിയം ബൈകാർബണേറ്റും അതുപോലെ തന്നെ എന്താണ്, സോഡിയം കാർബണേറ്റും. ഇത് രണ്ടുമാണ് നമുക്ക് തിരിഞ്ഞു പോകുന്നത്, സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും. രണ്ടും എന്താണ്, നമുക്കറിയാവുന്ന നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഈ 2 ടേമാണ് ഏതൊക്കെയാണ്, ബേക്കിംഗ് സോഡ എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ്, വാഷിംഗ് സോഡ. ഇത് രണ്ടും നമുക്ക് തിരിഞ്ഞു പോകും. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എപ്പോഴും എന്താണ്, ഈ ബൈ വരുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുക അല്ലേ. സോഡിയം ബൈകാർബണേറ്റ് B4 എന്താണ്, ബേക്കിംഗ് അല്ലെ, അതിന് ബൈ വരുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും, ബേക്കിംഗ് സോഡയാണ്. ഇനി അടുത്ത് നോക്കിയേ, വാഷിംഗ് സോഡ അല്ലേ, നമുക്ക് അലക്കുകാരം എന്ന് പറയും അല്ലേ. ഈ അലക്കുകാരം എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ക്ലോത്തിൽ സ്റ്റെയിൻ അല്ലെ കൂടുതലും പാടുകളോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നത്. അതിന് വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, സോഡിയം കാർബണേറ്റ് ആണ് എഴുതേണ്ടത്. സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്, എന്താണ്, ബേക്കിംഗ് സോഡയാണ്. അന്നേരം മറന്നു പോകരുത്, അതുപോലെ തന്നെ തിരിഞ്ഞും പോകരുത്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് എന്താണ്, സോഡിയം ബൈകാർബണേറ്റും അതുപോലെ തന്നെ എന്താണ്, വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നത് എന്താണ്, സോഡിയം കാർബണേറ്റും ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The acid is used in car batteries. എന്താണ് പറഞ്ഞേക്കുന്നത്, കാർ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്ന ആസിഡ് താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ്, ദെൻ ബോറിക് ആസിഡ്, ദെൻ ഓപ്ഷൻ ഡി കാർബോണിക് ആസിഡ്. 4 ആസിഡിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഈ 4 ആസിഡിനകത്ത് കാർ ബാറ്ററീസിൽ അല്ലെ, കാറിൻ്റെ ബാറ്ററീസിൽ അല്ലെങ്കിൽ കാറിൻ്റെ ഇൻവേർട്ടേഴ്സിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു പോകരുത്. ഏതാണ്, സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ H2SO4 എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക കാറിൻ്റെ ബാറ്ററീസിലൊക്കെ എന്ത് ചെയ്യുക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. സ്ട്രോങ് ആസിഡാണ്. അതുപോലെ തന്നെ എന്താണ്, മിനറൽ ആസിഡാണ് എന്തെന്ന് പറയുക, സൾഫ്യൂരിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കി, നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. തന്നിരിക്കുന്ന സൊല്യൂഷൻ എന്താണ്, അസിഡിക് മീഡിയം ആണോ അതോ ബേസിക് മീഡിയം ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക, ലിറ്റ്മസ് പേപ്പർ അല്ലേ. ലിറ്റ്മസ് പേപ്പർ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്. ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്ന എന്താണ്, 2 കളേഴ്സിലാണ് ലിറ്റ്മസ് പേപ്പർ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്, റെഡ് കളറിലും അതുപോലെ തന്നെ എന്താണ്, ബ്ലൂ കളറിലും കാണപ്പെടുന്നുണ്ട്. റെഡ് കളറിൽ നോക്കി 2 കളറിലാണ് ലിറ്റ്മസ് പേപ്പർ കാണപ്പെടുന്നതെങ്കിൽ എന്താണ്, റെഡ് കളറിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ബേസ് മീഡിയം ആണ് അല്ലേ. ഇനി നോക്കിയേ, ബ്ലൂ കളർ ലിറ്റ്മസിനെ എന്ത് ചെയ്യുക, റെഡാക്കി മാറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അസിഡിക് മീഡിയം ആണ്. അന്നേരം അസിഡിക് മീഡിയം എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലൂ കളറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡാക്കി മാറ്റുന്നുണ്ട്. പിന്നെന്താണ്, റെഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലൂ ആക്കി മാറ്റുന്നത് ലിറ്റ്മസ് പേപ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ബേസിനകത്ത് ഡിപ്പ് ചെയ്ത ലിറ്റ്മസ് പേപ്പർ ആയിരിക്കും
നമ്മൾ യൂസ് ചെയ്യുക. ഇനി നോക്കിയാൽ ഇനി അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? pH സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? pH സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് pH സ്കെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലേ? അതായത് ഒരുവിധമുള്ള എല്ലാ ആസിഡ്സിൻ്റെ അതേയും മെയിൻ കണ്ടന്റ് ഹൈഡ്രജൻ ആണ്. അന്നേരം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ pH സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അന്നേരം pH സ്കെയിലിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 to 17 വരെയാണ്. എന്ത് ചെയ്യുക? 0 to 14 വരെയാണ്. 0 to 14 വരെയാണ് എന്തെന്ന് പറയുക? pH സ്കെയിലിൻ്റെ റേഞ്ച് എന്നറിയപ്പെടുന്നത്. അന്നേരം 0 to 14 വരെയുള്ള റേഞ്ചിൻ്റെ മിഡിൽ പോർഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? 7 ആണ്. അന്നേരം 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ആണ്. റീഡിങ് 7 ആണ് കാണിക്കുന്നതെങ്കിൽ ആ സൊല്യൂഷൻ എന്തായിരിക്കും? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. 0 to 7 വരെ ആണെങ്കിൽ എന്തായിരിക്കും? അത് അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും അല്ലേ? 0 to 7 വരെയാണ് കാണിക്കുന്നതെങ്കിൽ എന്താണ്? അത് അസിഡിക് മീഡിയം ആയിരിക്കും. 7 ആണ് കാണിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അത് ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. 7 to 14 അല്ലേ? 7 തൊട്ട് 14 വരെയാണ് റീഡിങ് കാണിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അത് ബേസ് മീഡിയം ആയിരിക്കും. ക്ലിയർ ആണോ? ഈ ഒരു പേപ്പർ വെച്ച് നമുക്ക് അല്ലെങ്കിൽ എന്താണ് ഈ pH സ്കെയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് തന്നിരിക്കുന്ന സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ അതോ ന്യൂട്രൽ സൊല്യൂഷൻ ആണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ pH സ്കെയിൽ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ എന്താണ്? സൊറൈൻസൺ. എന്താണ്? സൊറൈൻസൺ ആണ് എന്ത് ചെയ്യുക? നമ്മൾ pH സ്കെയിൽ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര്. ക്ലിയർ ആണോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാർ ബാറ്ററീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡാണ് ചോദിച്ചത്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ എന്ത് ചെയ്യുക? കാർ ബാറ്ററീസിനകത്ത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? 20 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ? 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 20 ക്വസ്റ്റ്യൻസും നമുക്ക് ആർമി ടെക്നിക്കൽ എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള എക്സാമിന് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഈ 20 ക്വസ്റ്റ്യൻസും ടെക്നിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്, ഫുൾ വീഡിയോ എല്ലാവരും കാണുക. ഇനിയും ഇതുകണക്കുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.